2000 രൂപയുടെ നോട്ട് ഇന്ത്യയിൽ പ്രിന്റിംഗ് നിർത്തിയതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസി എന്ന് പറയുന്നത് 500 രൂപയുടെ നോട്ടാണ്. പക്ഷെ സിംബാബ്വേയിൽ ഒരു കാലത്ത് $100 ട്രില്യൺ ഒക്കെ നോട്ടുകൾ പ്രിന്റ് ചെയ്തിരുന്നു. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, നമ്മളുടെ ഏറ്റവും ഉയർന്ന കറൻസി എന്ന് പറഞ്ഞാൽ വെറും 500 രൂപ. പക്ഷെ അവരുടെ ഏറ്റവും ഉയർന്ന കറൻസി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഡോളറാണ്. നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ എന്ത് വലിയ ആൾക്കാരല്ലേ വലിയ തുകയ്ക്കുള്ള കറൻസിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കണേ. പക്ഷേ അങ്ങനെ പ്രിന്റ് ചെയ്യേണ്ടി വന്നത് അവിടെ ഇൻഫ്ലേഷൻ കൈവിട്ടു പോയതുകൊണ്ടാണ്. വെറും ഇൻഫ്ലേഷൻ അല്ല, ഹൈപ്പർ ഇൻഫ്ലേഷൻ. സോ എന്താണ് വിലക്കയറ്റം? വിലക്കയറ്റം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നു? ഇത് ഏതൊക്കെ രീതിയിൽ നമ്മളെ ബാധിക്കും? വിലക്കയറ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനേക്കാളും പ്രധാനമായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. സോ എന്താണ് വിലക്കയറ്റം? വിലക്കയറ്റം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സർവീസുകളുടെയും പ്രൊഡക്റ്റുകളുടെയൊക്കെ വില കൂടുന്ന ഒരു എഫക്റ്റിനെയാണ് നമ്മൾ വിലക്കയറ്റം എന്ന് പറയുന്നത്. വിലക്കയറ്റം നമ്മൾ പേഴ്സൻറ്റേജിലാണ് പറയുക. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇപ്പോൾ 5% വിലക്കയറ്റം എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയിരുന്ന പ്രൊഡക്റ്റിന് ഈ വർഷം 105 രൂപ ആയിട്ടുണ്ടാവും. സോ വിലക്കയറ്റം കൊണ്ട് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, ജീവിത ചെലവ് കൂടും. അതായത് മുമ്പ് 100 രൂപ മുടക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ 105 രൂപ മുടക്കേണ്ടി വരുന്നു. സോ നമ്മളുടെ ജീവിത ചെലവ് കൂടി. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്, നമ്മളുടെ കറൻസിയുടെ മൂല്യം കുറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാമായിരുന്നു. ഈ വർഷം ആ 100 രൂപ കൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുന്നില്ല. സോ അതിനർത്ഥം കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് ഉണ്ടായിരുന്ന മൂല്യം ഈ വർഷത്തിൽ ഇല്ല എന്നാണ്. അതായത് ആ ഒരു കറൻസിയുടെ മൂല്യം കുറഞ്ഞു. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ 5% ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ 10% ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ചിലർക്കത് നല്ല രീതിക്ക് ഫീൽ ആവുന്നുണ്ട്. അതെ, എനിക്കൊരു 5% ചിലവ് മൊത്തത്തിൽ കൂടിയിട്ടുണ്ടെന്ന് പറയും. പക്ഷെ വേറെ ചിലർക്കോ അവർക്ക് 20-30% അവരുടെ ജീവിത ചിലവിൽ മാറ്റം വന്നിട്ടുണ്ട്. സോ ഈ 5% എന്നുള്ള കണക്ക് ശരിയല്ല എന്ന് പലർക്കും തോന്നുന്നുണ്ടാവും. ഇതിന് കാരണം ഈ 5% അല്ലെങ്കിൽ 6% ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ആവറേജ് വാല്യൂ മാത്രമാണ്. ഓരോ മേഖലയിലും ഓരോ പ്രൊഡക്റ്റിനും പല ശതമാനക്കണക്കിലാണ് ഈ വിലക്കയറ്റം സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ 1 രൂപയുടെ ബബിൾ ഗം വർഷങ്ങളായിട്ട് ആ ഒരു പ്രൊഡക്റ്റിന് 1 രൂപ തന്നെയാണ്. അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 0%. അതിൻ്റെ വില കൂടിയിട്ടില്ല. പക്ഷേ ഗോൾഡിൻ്റെ കാര്യം എടുത്ത് നോക്കൂ. 2025 ഏപ്രിൽ 1 1 പവൻ സ്വർണത്തിൻ്റെ വില 68,080 രൂപയാണ്. പക്ഷേ ഒരു വർഷം മുമ്പ് 2024 ഏപ്രിൽ 2 1 പവൻ സ്വർണത്തിൻ്റെ വില 50,680 രൂപയായിരുന്നു. അതായത് ഒരു വർഷം കൊണ്ട് 17,400 രൂപ ഗോൾഡിൻ്റെ വില കൂടി. അതായത് ഒരു വർഷം കൊണ്ട് 34% ഗോൾഡിൻ്റെ വില കൂടിയത്. ഈ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യോപയോഗ സാധനമൊന്നുമല്ല. പക്ഷേ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നത് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണയുടെ കാര്യത്തിലാണ്. ഓരോ തവണ വെളിച്ചെണ്ണ വാങ്ങുമ്പോഴും 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 10 രൂപ വെച്ച് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ അവിടെ 5%-നേക്കാൾ കൂടുതൽ ആ ഒരു ഇൻഫ്ലേഷൻ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫ്ലേഷൻ ഫീൽ ആവുന്നത് നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റുകളുടെയും സർവീസുകളുടെയും വില കൂടുന്നതിനനുസരിച്ചാണ്. അതായത് നിങ്ങൾ ഈ 1 രൂപയുടെ ബബിൾഗം കഴിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ ഫീൽ ചെയ്യില്ല. പക്ഷേ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ തവണ വെളിച്ചെണ്ണ വാങ്ങുമ്പോഴും വില കൂടുന്നത് നിങ്ങൾ അഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ പല ആൾക്കാരെയും പല രീതിയിലാണ് അവരുടെ ജീവിത ചെലവ് ഈ ഒരു ഇൻഫ്ലേഷൻ കാരണം കൂടുന്നത്. ഇനി നമുക്ക് ഇൻഫ്ലേഷൻ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും എന്ന് നോക്കാം. ഒന്നാമത്തെ റീസൺ ഡിമാൻഡ് പുൾ എന്ന് പറയുന്നതാണ്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുടിക്ക് നല്ലതാണ്, മുടി നല്ല കട്ടിയിൽ വളരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് വന്നപ്പോൾ ഒരു ബോട്ടിലിന് 100 രൂപയായിരുന്നു വില. അത് കഴിഞ്ഞ് ഇതിനെ കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഡിമാൻഡ് കൂടിയപ്പോൾ അതേ സ്റ്റോക്ക്, അതായത് അടുത്ത മാസമൊന്നുമല്ല, ഈ 100 രൂപയ്ക്ക് അവർ വാങ്ങി വെച്ച അതേ സ്റ്റോക്ക് പെട്ടെന്ന് 120, 130, 140 ഒക്കെ ആയിട്ട് കൂടി. കാരണം എന്താ വെച്ചാൽ 130 കൊടുത്തും വാങ്ങാൻ ആളുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇവർക്ക് ഇത് പ്രൈസ് കൂട്ടി വിൽക്കാൻ പറ്റി. സോ അവിടെ ഡിമാൻഡ് കൂടിയതുകൊണ്ടാണ് ഈ ഒരു ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. സോ ഇൻഫ്ലേഷൻ സംഭവിക്കാനുള്ള ഒന്നാമത്തെ റീസൺ അതാണ്. ഒരു സ്ഥലത്ത് ഒരു 30 പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും കൂടെ 10 പ്രൊഡക്റ്റേ വിൽക്കാനുള്ളൂ. ഈ 10 പ്രൊഡക്റ്റ് ഈ 30 പേർക്കും വേണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടുതലാണ്. സോ ഇവർ 100 രൂപയുടെ പ്രൊഡക്റ്റ് 150 രൂപയ്ക്ക് വിൽക്കാൻ പറഞ്ഞാലും ഈ 30 പേരിൽ 10 പേരെങ്കിലും ഈ 150 രൂപ കൊടുത്തത് വാങ്ങും. സോ ഫലത്തിൽ അവിടെ പ്രൊഡക്റ്റിൻ്റെ വില കൂടി. അങ്ങനെ ഡിമാൻഡ് കൂടുമ്പോഴാണ് ഒന്നാമതായിട്ട് ഈ ഒരു ഇൻഫ്ലേഷൻ നടക്കുക. ഇനി രണ്ടാമത്തെ റീസൺ കോസ്റ്റ് പുഷ് എന്ന് പറയുന്നതാണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ചിലവ് കൂടുന്നത് കൊണ്ടും ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം വാഹനങ്ങളുടെ വില കൂടുന്നതാണ്. എല്ലാ വർഷവും വാഹനങ്ങളുടെ വില കൂടും. അതിന് കൂടാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവർ അതിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, അതിപ്പോൾ സ്റ്റീലോ അലുമിനിയോ പ്ലാസ്റ്റിക്കോ എന്താണെന്ന് വെച്ചാൽ
ആ സാധനങ്ങളുടെ വില എല്ലാ വർഷവും കൂടുന്നുണ്ട്. പിന്നെ സെൻസറുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ വർഷവും ഈ കമ്പോണൻസിൻ്റെയും പ്രൈസ് കൂടുന്നുണ്ട്. സോ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ചിലവ് കൂടുന്നത് കൊണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ വില കൂടും. അതാണ് കോസ്റ്റ് പുഷ്. ഇത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിലും സംഭവിക്കാറുണ്ട്. പച്ചക്കറിക്കും പലചരക്കിനൊക്കെ പെട്ടെന്ന് വില കൂടാറുണ്ട്. എപ്പോഴാണ്? ഇന്ധന വില കൂട്ടുമ്പോൾ. അവിടെ പ്രൊഡക്ഷൻ്റെ സമയത്ത് കോസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ട്രക്കിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ട്രക്കിൽ ഡീസൽ ഒഴിക്കണം, ഈ ഡീസലിൻ്റെ ചിലവ് കൂടി, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടി, അങ്ങനെ ഈ സാധനങ്ങളുടെയൊക്കെ വില കൂടും. സോ വാഹനങ്ങളുടെ കാര്യത്തിൽ അത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് കൂടിയപ്പോൾ ഇതിൻ്റെ വില കൂടി. ഈ പച്ചക്കറിയും പലചരക്കൊക്കെ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് അല്ല, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടിയപ്പോൾ അതിൻ്റെ വില കൂടി. സോ കോസ്റ്റ് കൂടുമ്പോൾ, ഈ ഒരു പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള കോസ്റ്റ് കൂടുമ്പോൾ ഇതിൻ്റെ വില കൂടും. അങ്ങനെയും വിലക്കയറ്റം ഉണ്ടാവും. അടുത്തത് വേജ് പ്രൈസ് സ്പൈറൽ എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തൊഴിലാളികൾ ശമ്പളം കൂട്ടണമെന്ന് പറയുന്നു, കാരണം അവരുടെ ജീവിത ചെലവ് കൂടി. അങ്ങനെ കമ്പനി ശമ്പളം കൂട്ടുന്നു. അപ്പോൾ കമ്പനി ശമ്പളം കൂട്ടിക്കഴിഞ്ഞാൽ കമ്പനിയുടെ സാലറി ഇനത്തിലുള്ള ചിലവ് കൂടി. അപ്പോൾ അതിനുള്ള പണം അവരെങ്ങനെ ഉണ്ടാക്കും? അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില കൂട്ടും. സോ ഓരോ കമ്പനികളും ഇതേപോലെ ശമ്പളം കൂട്ടുമ്പോൾ അതിനനുസരിച്ച് അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില കൂടും. അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില കൂടുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ജീവിത ചെലവ് കൂടും. അങ്ങനെ അവർക്കും ജീവിത ചെലവ് കൂടുമ്പോൾ അവരും വീണ്ടും സാലറി കൂട്ടിത്തരണം എന്ന് പറയും. അങ്ങനെ അവർ സാലറി കൂട്ടും. ആ സാലറി കൂട്ടുമ്പോൾ അവരുടെ കമ്പനിയും ഇതേപോലെ അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില കൂട്ടും. അങ്ങനെ ഇതൊരു സ്പൈറലാണ്. ജീവിത ചെലവ് കൂടുന്നു, വരുമാനം കൂടുന്നു, വീണ്ടും പ്രൊഡക്റ്റിൻ്റെ വില കൂടുന്നു, ജീവിത ചെലവ് കൂടുന്നു, വരുമാനം കൂടുന്നു. ഈ ഒരു സ്പൈറൽ ഇവിടെ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട്. സോ അതുകൊണ്ടുള്ള വിലക്കയറ്റം എന്തായാലും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു റീസൺ മണി സപ്ലൈ ഇൻഫ്ലേഷനാണ്. ഇത് ഒരു വിപണിയിലേക്കുള്ള പണത്തിൻ്റെ ലഭ്യത കൂടുമ്പോൾ, ഇതിൻ്റെ സപ്ലൈ കൂടുമ്പോൾ അവിടെ ഇൻഫ്ലേഷൻ സംഭവിക്കും. ഇത് ഞാൻ കാക്കനാടേക്ക് താമസം മാറ്റിയ സമയത്ത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ തൃശ്ശൂരാണ് താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കാക്കനാട് എത്തിയപ്പോൾ അവിടെ MRP ഇല്ലാത്ത എന്ത് പ്രൊഡക്റ്റും, മെയിനായിട്ട് പച്ചക്കറി, പലചരക്ക്, പഴങ്ങൾ, സാധനങ്ങളാണ്. പിന്നെ സർവീസുകൾക്ക് വിളിക്കുമ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ വിളിക്കുന്നു, പ്ലംബറെ വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറോ മറ്റേ ഇലക്ട്രോണിക് സാധനങ്ങളോ റിപ്പയർ ചെയ്യാൻ വിളിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവിടെ ചിലവ് കൂടുതലാണ്. അതേപോലെ വാടകയുടെ കാര്യം വരുമ്പോഴും വീടുകൾക്കുള്ള വാടകയും കൂടുതലാണ്. എന്താണ് ഇതിന് കാരണം? അതിന് കാരണം കാക്കനാട് എന്ന് പറയുന്നത് ഹൈ സാലറി വാങ്ങുന്ന IT ക്രൗഡ് കുറേ പേര് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മുമ്പ് അവിടുത്തെ നാട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് കിട്ടുന്ന വരുമാനം വെച്ച് അവർ സാധനങ്ങളൊക്കെ വാങ്ങുന്നു. പക്ഷേ ഈ സമയത്ത് ഒരുപാട് പേര് പുറമെ നിന്ന് അവിടേക്ക് എത്തി. അവർക്ക് ഉയർന്ന സാലറി ഉണ്ട്. സോ കൂടുതൽ തുക അവർ ചിലവഴിക്കാൻ റെഡിയാണ്. അപ്പോൾ അവിടെ ഒരു 100 പേരുള്ളിൽ 30 പേര് ഈ ഹൈ സാലറി ആൾക്കാരാണെങ്കിൽ അവർ ഈ കിട്ടുന്ന സർവീസിനും ഇതേപോലെ MRP ഇല്ലാത്ത പ്രൊഡക്റ്റുകൾക്കൊക്കെ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സാധനങ്ങളുടെ വില കൂടും. അപ്പോൾ ഈ 30 പേര് കൂടുതൽ വില കൊടുത്ത് സാധനം വാങ്ങുമ്പോൾ ബാക്കി 70 പേർക്കും വേറെ വഴിയില്ല, അവരും ആ കാശ് തന്നെ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നു. സോ ഒരു വിപണിയിലേക്കുള്ള മണി ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളുടെയൊക്കെ വില കൂടും. അതാണ് മണി സപ്ലൈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു വേർഷനാണ് മണി പ്രിൻറ്റിങ് ഇൻഫ്ലേഷൻ. അതായത് കൂടുതൽ പണം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇൻഫ്ലേഷൻ സംഭവിക്കും. നിങ്ങൾക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും എല്ലാവർക്കും ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഗവൺമെൻറ്റിന് കുറേ കാശ് അടിച്ച് എല്ലാവർക്കും കൊടുത്തൂടെ, അപ്പോൾ എല്ലാവർക്കും ഈ കടമൊക്കെ തീർത്ത് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അതാണ് 2000 വർഷത്തിൽ സിംബാബ്വേയിൽ സംഭവിച്ചത്. സിംബാബ്വേയിൽ പുതിയതായിട്ട് അധികാരത്തിൽ കയറിയ ഗവൺമെൻറ് നോക്കിയപ്പോൾ ഇവർക്ക് കുറേ കടങ്ങളുണ്ട്, ഗവൺമെൻറ് എടുത്ത കുറേ ലോണുകളുണ്ട്, ഇത് തിരിച്ചടയ്ക്കാൻ പണമില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? കുറേ കാശ് കണ്ട് പ്രിൻറ്റ് ചെയ്തിറക്കിയിട്ട് ഈ ലോണുകളൊക്കെ അടച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടുത്തെ പട്ടാളക്കാർക്കും ഗവൺമെൻറ് ഓഫീസേഴ്സിനും ശമ്പളം കൊടുക്കാൻ കാശില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? വീണ്ടും കുറേ കാശ് പ്രിൻറ്റ് ചെയ്ത് അത് അവർക്കും കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് സാധനങ്ങൾക്കൊക്കെ വില കൂടുന്നു. വില കൂടുകയെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ടാണ് ഈ പ്രൈസ് ഡബിൾ ആവുന്നത്. അതായത് ഇന്ന് 10 രൂപ കിട്ടുന്ന സാധനം നാളെ 20, അടുത്ത ദിവസം അത് 40. അങ്ങനെ വില കയറി പോയിട്ട് അവസാനം ഇവരുടെ കയ്യിലുള്ള നോട്ട് വെച്ചിട്ട് ഈ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ അവിടെ $100 മാക്സിമം എങ്കിൽ അതൊരു കൊട്ടയിൽ ചുവന്ന് പോയാലേ അവർക്ക് ഒരു ബ്രെഡോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മൂല്യം കൂടുതലുള്ള നോട്ടുകൾ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യം $100 മില്യൺ നോട്ട് അടിച്ചു, പിന്നെ $200 മില്യൺ നോട്ട് അടിച്ചു, അവസാനം $100 ട്രില്യൺ നോട്ട് വരെ അവിടെ പ്രിന്റ് ചെയ്യേണ്ടി വന്നു. കാരണം അവിടുത്തെ കറൻസിയുടെ മൂല്യം അത്രയ്ക്കും കുറഞ്ഞു. അതിൻ്റെ കാരണം എന്താ? ഈ അമിതമായിട്ട് മണി പ്രിന്റ് ചെയ്തതാണ് അതിൻ്റെ കാരണം. ഒരു രാജ്യത്ത് കറൻസി പ്രിന്റ് ചെയ്യുമ്പോൾ ആ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെയും ഗുഡ്സുകളുടെയും സർവീസുകളുടെയും ടോട്ടൽ വാല്യൂ അനുസരിച്ച് കറൻസി പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഓരോ പ്രൊഡക്റ്റിനും ന്യായമായ വില കൊടുത്ത് വാങ്ങാനുള്ള കറൻസിയെ ആ രാജ്യത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ കൂടുതൽ കറൻസി വന്ന് എന്ത് ചെയ്യും? കൂടുതൽ കറൻസി വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രൊഡക്റ്റും സർവീസൊന്നും കൂടുന്നില്ല.
അങ്ങനെ വരുമ്പോൾ ഒരേ പ്രൊഡക്റ്റിന് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം കാശ് കൂടുതലുണ്ട്, പ്രൊഡക്റ്റ് കുറവാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രൊഡക്റ്റിൻ്റെ വില കൂടും. കൂടി അവസാനം ഇത് കൈ വിട്ടു പോകും. അതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇനി ഇൻഫ്ലേഷൻ നമ്മളെ എങ്ങനെയൊക്കെ ബാധിക്കും? ഒന്നാമതായിട്ട് ബാധിക്കുന്നത് നമ്മളുടെ പർച്ചേസിങ് പവർ കുറയും. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ്. അതൊരു ഉദാഹരണം വെച്ച് പറയാം. ഒരു ചായക്ക് 10 രൂപയായിരുന്നു വില, ഇപ്പോൾ അത് 15 രൂപയായി. സോ മുമ്പ് നമുക്ക് ഒരു 30 രൂപ കയ്യിലുണ്ടെങ്കിൽ 3 ചായ കുടിക്കാം. പക്ഷേ ഇപ്പോൾ ആ 30 രൂപയ്ക്ക് നമുക്ക് 2 ചായ കുടിക്കാൻ പറ്റുള്ളൂ. സോ നമ്മളുടെ പർച്ചേസിങ് പവർ അവിടെ കുറഞ്ഞു. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ എഫക്റ്റ്. രണ്ടാമത്തെ പ്രശ്നം നമ്മളുടെ സേവിങ്സിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ട്രഡീഷണലായിട്ട് ഒരു ചെപ്പിൽ പണം ഇട്ട് വയ്ക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ പണം അവിടെ ഇരുന്നിട്ട് അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 5% ഇൻഫ്ലേഷൻ എങ്കിൽ ഈ വർഷം നിങ്ങൾ 100 രൂപ അവിടെ എടുത്തു വയ്ക്കുമ്പോൾ അതിന് 100 രൂപയുടെ വാല്യൂ ഉണ്ട്. അടുത്ത വർഷം ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ 100 രൂപ പോരാ, 105 രൂപ വേണം. സോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 100 രൂപയ്ക്ക് പഴയ മൂല്യമില്ല. അങ്ങനെ ഓരോ വർഷം കഴിയുന്നവരും ആ ഇരിക്കുന്ന പണത്തിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി സേവിങ്സ് ബാങ്കിൽ ഇട്ടാലും അതിൽ നിന്ന് കിട്ടുന്ന പലിശ നമ്മുടെ ഇൻഫ്ലേഷനേക്കാൾ കുറഞ്ഞൊരു എമൗണ്ട് തന്നെ ആയിരിക്കും. സോ അങ്ങനെ നിങ്ങൾ സേവ് ചെയ്യുന്ന പണത്തിൻ്റെ മൂല്യം ഈ ഇൻഫ്ലേഷൻ കാരണം കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത് ചിന്തിക്കാതെയാണ് ഞാൻ സേവ് ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ കയ്യിൽ കുറേ കാശ് ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷെ അവസാനം ഈ സേവ് ചെയ്ത പണം എടുത്ത് നോക്കുന്ന സമയത്ത് അന്ന് അതിന് കാര്യമായ മൂല്യം ഉണ്ടായിരിക്കില്ല. ഇനി അടുത്തൊരു എഫക്റ്റ്, ഇത് കടം വാങ്ങുമ്പോൾ, കൈവായ്പ വാങ്ങുമ്പോൾ ഉള്ളൊരു കാര്യമാണ്. ലോൺ എടുക്കുന്ന കാര്യമല്ല, നമ്മൾ ആൾക്കാർക്ക് കടം കൊടുക്കുമല്ലോ. അപ്പോൾ നിങ്ങളൊരു 1 ലക്ഷം രൂപ ഒരാൾക്ക് കഴിഞ്ഞ വർഷം കടം കൊടുത്തു. അടുത്ത വർഷം അയാൾ 1 ലക്ഷം രൂപ തിരിച്ചു തന്നാലും ആ 1 ലക്ഷത്തിന് നിങ്ങൾ കടം കൊടുത്ത സമയത്തുള്ള മൂല്യം ഉണ്ടായിരിക്കില്ല. സോ കടം കൊടുക്കുന്നവർക്ക് ഈ ഇൻഫ്ലേഷൻ കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ട്. അവർക്ക് തിരിച്ചു കിട്ടുന്ന പണത്തിന് പഴയ മൂല്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മൾ കടം വാങ്ങിയ ആളാണെങ്കിലോ, കഴിഞ്ഞ വർഷം നമ്മൾ 1 ലക്ഷം രൂപ വാങ്ങി, അടുത്ത വർഷം നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ 5% ഇൻഫ്ലേഷൻ എങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ 1,05,000 കൊടുക്കണം. പക്ഷേ നമ്മൾ 1 ലക്ഷം കൊടുക്കുന്നുള്ളൂ. സോ 5,000 രൂപ നമുക്ക് ഒരു ലാഭമാണ്. സോ ഈ കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർക്ക് ഈ ഇൻഫ്ലേഷൻ ആ കിട്ടുന്ന പണത്തിൻ്റെ മൂല്യം നല്ല രീതിയിൽ കുറയ്ക്കും. അതുകൊണ്ടാണ് ബാങ്കുകൾ നമുക്ക് കടം തരുമ്പോൾ, അതായത് ലോൺ തരുമ്പോൾ നമ്മുടെ ഇന്ന് പലിശ വാങ്ങുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് തിരിച്ചു കിട്ടുമ്പോൾ ആ പണത്തിന് ആ മൂല്യം ഉണ്ടാവില്ല. അടുത്ത ഇത് ശരിക്കും ബാധിക്കാൻ പോകുക ബിസിനസ്സുകാരാണ്. അതായത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നു, നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇത്ര രൂപയ്ക്ക് വിൽക്കാമെന്ന് തീരുമാനിക്കുന്നു. ഇപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സോപ്പിൻ്റെ റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയാം, ലേബർ കോസ്റ്റ് അറിയാം. അപ്പോൾ ഈ സോപ്പ് നമ്മളൊരു 30 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ വിൽക്കാം. അങ്ങനെ നിങ്ങൾ ആ സോപ്പ് ഇറക്കി വിൽക്കാൻ തുടങ്ങി. ഈ സമയത്ത് റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കൂടി, ലേബർ കോസ്റ്റ് കൂടി. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള ചിലവ് കൂടും. അതിനനുസരിച്ച് നിങ്ങൾ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ വിപണിയിലെ കോമ്പറ്റീഷനെ ബാധിക്കും. അതായത് നിങ്ങൾ ആ പ്രോഡക്റ്റ് 30 രൂപയ്ക്ക് ലോഞ്ച് ചെയ്തു, 3 മാസം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളത് 40 രൂപയ്ക്ക് അല്ലെങ്കിൽ 45 രൂപയ്ക്ക് കഴിഞ്ഞാൽ ആൾക്കാർ പറയില്ലേ, ഇത് എന്ത് പ്രൈസ് ഇങ്ങനെ കൂട്ടുന്നത്, മുമ്പ് 30 രൂപയിൽ ഉണ്ടായിരുന്നുള്ളൂ, ഇത് നമുക്ക് വേണ്ട, വേറെ 30 രൂപയുടെ പ്രോഡക്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വേറെ പ്രോഡക്റ്റ് പോയി വാങ്ങും. സോ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളത് നമുക്ക് ആ സമയത്തെ ഒരു റോ മെറ്റീരിയലിൻ്റെ ലേബർ കോസ്റ്റൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതിന് ഒരു കണക്കുണ്ടെങ്കിൽ, ഒരു 5% 6% നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 കൊല്ലത്തേക്ക് കൂടെയുള്ള ഇൻഫ്ലേഷനൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഈ പ്രോഡക്റ്റിന് സർവീസിനൊക്കെ വില നിശ്ചയിക്കാം, ഇതിന് എത്ര രൂപ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാം. പക്ഷേ ഇൻഫ്ലേഷൻ നമ്മുടെ കൺട്രോളിൽ ഇല്ലെങ്കിൽ ഈ കണക്കുകളൊക്കെ തെറ്റും. ഒരു ബിസിനസ്സുകാരനും ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് വിപണിയിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല പ്രൈസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇൻഫ്ലേഷൻ ഇവർക്ക് വലിയ ചാലഞ്ചാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു പ്രൈസിൻ്റെ കാര്യത്തിലോ ചിലവിൻ്റെ കാര്യത്തിലോ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാവില്ല. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെ കൈവിട്ട് പോകും, അവസാനം ഇത് നഷ്ടത്തിലെത്താനും സാധ്യതയുണ്ട്. അടുത്ത പ്രശ്നം റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആണ്. റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ ഒരുപാട് പേർക്ക് ഈ പണി കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ചിലരുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മക്കൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്, മക്കൾ പ്രായമാകുമ്പോൾ നമ്മൾ നോക്കിക്കോളും എന്നുള്ളതാണ്. അതല്ലാതെ പ്രോപ്പറായിട്ട് റിട്ടയർ ആയിക്കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് പണം മാറ്റി വയ്ക്കുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇൻഫ്ലേഷൻ കാരണം ഇത് അവരെ നല്ല രീതിയിൽ ബാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ഒരു മാസം 30,000 രൂപയാണ് ചിലവ് വരുന്നത്. അപ്പോൾ ഒരു 15 അല്ലെങ്കിൽ 20 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ റിട്ടയർഡ് ആവും. ആ ടൈമിൽ ഒരു മാസം ഒരു 30 എന്നുള്ളത് ചിലപ്പോൾ 40 ആവും എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടിയിട്ട് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ഇൻഫ്ലേഷൻ കാരണം ആ 40,000 രൂപയ്ക്ക് അന്നത്തെ മൂല്യം വളരെ കുറവായിരിക്കും. നിങ്ങളുടെ ഒരു മാസത്തെ ചിലവിന് ആ തുക മതിയാവില്ല. സോ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ പണം മാറ്റി വയ്ക്കുന്നവർക്ക് ഈ ഇൻഫ്ലേഷൻ വലിയൊരു ചാലഞ്ചാണ്. കാരണം നമ്മളൊരു ഏകദേശ കണക്കിലാണ് അന്നത്തെ ജീവിത ചിലവ് കണക്ക് കൂട്ടുക. പക്ഷേ ചിലപ്പോൾ ആ സമയത്ത് അതൊന്നും ആയിരിക്കില്ല അന്നത്തെ ജീവിത ചിലവ്. സോ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ആ സമയത്ത് കിട്ടുന്ന പണം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥയും ഈ ഒരു ഇൻഫ്ലേഷൻ കാരണം സംഭവിക്കും. സോ ഇനി ഈ ഇൻഫ്ലേഷൻ എങ്ങനെ നിയന്ത്രിക്കാം? ഇത് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. സോ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ
ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? സോ ഗവൺമെൻറ്റിന് ആദ്യം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പലിശ നിരക്ക് കൂട്ടുക എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് എന്ത് ചെയ്തു? റിപ്പോ റേറ്റ് കൂട്ടി. റിപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് ലോണുകളുടെ പലിശ നിരക്ക് കൂടും. അങ്ങനെ ലോൺ എടുത്തവർ കൂടുതൽ പലിശ തിരിച്ചടയ്ക്കേണ്ടി വരും. അങ്ങനെ വീണ്ടും നമ്മളുടെ ജീവിത ചെലവ് തന്നെയാണ് കൂടുന്നത്. ജീവിത ചെലവ് കൂടുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് വിപണിയിലേക്കുള്ള പണത്തിൻ്റെ ഫ്ലോ കുറയും. അതേപോലെ ബാങ്ക് ലോൺ എടുക്കുന്നവർ, അതായത് പെട്ടെന്നുള്ളൊരു ഇമ്പൾസിന് വേണ്ടിയിട്ട് പേഴ്സണൽ ലോണൊക്കെ എടുക്കുന്നവർ ഒന്നും മടിക്കുകയും ചെയ്യും. കാരണം ഇത്രയും തുക ഈ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുള്ളതുകൊണ്ട് ലോൺ എടുക്കുന്ന കാര്യം കുറച്ച് കുറയും. സോ അങ്ങനെ വിപണിയിലേക്കുള്ള ക്യാഷ് ഫ്ലോ കുറയുമ്പോൾ വിലക്കയറ്റത്തിനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പക്ഷേ ഇതിന് വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ ബാങ്ക് ലോണുകളുടെ പലിശ കൂടുമ്പോൾ ഓൾറെഡി ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിൽ ലോൺ എടുത്തവരെയും ജീവിത ചിലവ് കൂടി. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മിനിമം പർച്ചേസിന് പോലും പണമില്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണിലൊക്കെ, ഈ ഒരു ദിവാലി സീസണിലൊക്കെ ഇവിടുത്തെ പല കമ്പനികളുടെയും വരുമാനം വളരെയധികം കുറഞ്ഞത്. കാരണം പഴയതുപോലെ ആൾക്കാരിൽ ചിലവാക്കാൻ പണമില്ലാതെ വന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ പലിശ നിരക്ക് കൂട്ടുന്നതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളുമുണ്ട്. ക്യാഷ് ഫ്ലോ കുറയും, അതിനനുസരിച്ച് കമ്പനികളുടെ പ്രോഫിറ്റും കുറയും. അത് മൊത്തത്തിലുള്ള നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെയും ബാധിക്കും. ഇനി രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ഈ ഡിമാൻഡ് പുൾ എന്ന് പറയുന്ന എഫക്റ്റിനെ കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിമാൻഡ് കൂടുമ്പോൾ ഇവിടെ പ്രൈസ് കൂടും. അപ്പോൾ ഡിമാൻഡ് കൂടാതിരിക്കാൻ എന്ത് ചെയ്യണം? ആവശ്യത്തിനുള്ള പ്രൊഡക്റ്റുകൾ ലഭ്യമാക്കുകയാണെങ്കിൽ ഡിമാൻഡ് കൂടില്ല. ആൾക്കാർക്ക് ആവശ്യത്തിന് സാധനം കിട്ടുമ്പോൾ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ലാതാവും. അപ്പോൾ പുതിയ കമ്പനികൾ തുടങ്ങാനുള്ള സപ്പോർട്ട് കൊടുക്കുക, കമ്പനികൾക്ക് സബ്സിഡികൾ കൊടുക്കുക, ഓഫറുകൾ കൊടുക്കുക, ടാക്സ് കുറച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ഇവിടുത്തെ പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിലക്കയറ്റത്തിനെ കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആൾക്കാരും കുറവ് പ്രൊഡക്റ്റ് എന്നുള്ളൊരു സിറ്റുവേഷൻ മാറും. എല്ലാ ആൾക്കാർക്കും ആവശ്യത്തിന് പ്രൊഡക്റ്റ് കിട്ടുന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ കൂടിയ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ ഇല്ലാതാവും. അങ്ങനെ വിലക്കയറ്റത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നതാണ് സബ്സിഡികൾ എടുത്ത് കളയുക, ടാക്സ് കൂട്ടുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ വാങ്ങും. പക്ഷേ ആ സബ്സിഡി ഇല്ലാതാകുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് കുറയുമല്ലോ. കാരണം നമുക്ക് കൂടുതൽ പണം ചിലവാക്കേണ്ടി വരും. അങ്ങനെ വീണ്ടും വിപണിയിലേക്കുള്ള ക്യാഷ് ഫ്ലോ കുറയ്ക്കാൻ പറ്റും. അതേപോലെ ടാക്സ് കൂട്ടുമ്പോൾ ടാക്സ് കഴിഞ്ഞിട്ട് ബാക്കി തുകയെ സ്പെൻഡ് ചെയ്യാനുണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോഴും നമ്മളെ സ്പെൻഡിങ് കുറയും, വിപണിയിലേക്കുള്ള ക്യാഷ് ഫ്ലോ കുറയും. അങ്ങനെയും വിലക്കയറ്റത്തിന് നിയന്ത്രിക്കാൻ പറ്റും. അതാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ടായി. കമ്പനികളുടെ ലാഭം കുറയുമ്പോൾ ടോട്ടൽ എക്കണോമിക് ഗ്രോത്തിനെയൊക്കെ അത് ബാധിച്ചു. അതുകൊണ്ടാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ലിമിറ്റ് 12 ലക്ഷമാക്കിയിട്ട് കൂട്ടിയത്. അപ്പോൾ അതുവരെ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് കൊടുക്കണ്ട, ബാക്കി GST പോലത്തെ ടാക്സ് കൊടുത്താൽ മതി, ഡബിൾ ടാക്സ് ഇല്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ പണം സ്പെൻഡ് ചെയ്യാൻ കിട്ടും. ആ സ്പെൻഡ് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിന് GST കിട്ടും. അതിനനുസരിച്ച് കമ്പനികൾക്ക് പ്രോഫിറ്റ് വരും. ആ പ്രോഫിറ്റിൽ നിന്നും ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടും. ടോട്ടൽ എക്കണോമിക് ഗ്രോത്തും ഉണ്ടാവും. സോ ഇത് ഇത്തിരി സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വല്ലാതെ നിയന്ത്രണം കൊണ്ടുവന്ന് ആൾക്കാർ പർച്ചേസിംഗ് പവർ വല്ലാണ്ട് കുറഞ്ഞ് ആൾക്കാർ കടത്തിന്മേൽ കടത്തിലായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. കമ്പനികളുടെ ലാഭം കുറയും, എക്കണോമിക് ഗ്രോത്തും ഡൗൺ ആവും. എന്ന് വെച്ച് എല്ലാം സബ്സിഡി കൊടുത്തിട്ട് വാങ്ങാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ സാധനങ്ങളുടെയൊക്കെ വില കൂടുകയും ചെയ്യും. സോ ഇത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഇത് ഗവൺമെൻറ്റിൻ്റെ കാര്യം. നമ്മൾക്കും ഇതിൽ പലതും ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ആസ് എ ഇൻഡിവിജ്വൽ ഈ ഒരു ഇൻഫ്ലേഷനെ, വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ, പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സേവിങ്സിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പലിശ, അല്ലെങ്കിൽ വെറുതെ പണം എടുത്ത് വയ്ക്കുമ്പോൾ ഇതിൽ നിന്നൊന്നും പലിശ കിട്ടില്ല. പക്ഷേ ഈ ഒരു പണത്തിൻ്റെ മൂല്യം ഓരോ വർഷം കഴിയുമ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, സേവ് ചെയ്യുന്നതിന് പകരം. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം? ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻഫ്ലേഷൻ ബീറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ റിട്ടേൺസ് വരുന്നതെന്നുള്ളത് മനസ്സിലാവും. സോ ഇവിടുത്തെ ഇൻഫ്ലേഷൻ 6% ആണെങ്കിൽ നിങ്ങളൊരു 7% റിട്ടേൺസ് കിട്ടുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെച്ചൂർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പണം അന്നത്തെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കാതെ വരും. സോ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇൻഫ്ലേഷനെ പ്രതിരോധിക്കാനുള്ള ഒന്നാമത്തെ വഴി. ഇനി രണ്ടാമത്തെ വഴി, നമ്മൾ സ്ഥിരം പറയുന്ന ഡയലോഗാണ്, എല്ലാ സാധനങ്ങൾക്കും വില കൂടി, ശമ്പളം മാത്രം കൂടുന്നില്ല. ഇത് നമ്മളെല്ലാവരും പറയും. പക്ഷേ പറഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ? അതില്ല. പക്ഷേ അത് ചെയ്യണം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ബഡ്ജറ്റിംഗ് ആണ്. നിങ്ങൾക്കറിയാം സാധനങ്ങളുടെ വില കൂടുന്നു, നമ്മുടെ ജീവിത ചെലവ് കൂടുന്നു, പക്ഷേ വരുമാനം കൂടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വരുമാനത്തിനെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ബഡ്ജറ്റ് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപയാണ് ഒരു മാസം കിട്ടുന്നത്, ഇതിൽ ഇത്ര രൂപ നമ്മളുടെ ഫിക്സഡ് എക്സ്പെൻസുകൾക്ക് വയ്ക്കുക, ഇത്ര രൂപ നമ്മളുടെ നെസസിറ്റികൾക്ക്, നീഡുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക, ബാക്കി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വേരിയബിൾ എക്സ്പെൻസുകൾക്ക് വേറൊരു തുക മാറ്റി വയ്ക്കുക, ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു എമൗണ്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്തിട്ട്
നിങ്ങളുടെ വരുമാനത്തിന് സ്പ്ലിറ്റ് ചെയ്യുക. ആ ഒരു എമൗണ്ട് മാത്രം ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുക. അതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ നിങ്ങളുടെ ചിലവ് നിയന്ത്രിച്ച് കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഫ്ലേഷനെ പ്രതിരോധിക്കാൻ പറ്റും. സോ ഇങ്ങനെ പണം മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന പല വീഡിയോസും ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങളുടെ വരുമാനം അനുസരിച്ച് നിങ്ങൾക്ക് ചിലവിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഐഡിയ ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വരുമാനം കൂട്ടുക എന്നുള്ളതാണ്. സോ അതൊരു സിമ്പിൾ ലോജിക്കാണ് അല്ലേ. ചിലവ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വരുമാനം കൂട്ടണം. പക്ഷേ നമ്മൾ പലപ്പോഴും ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻകം സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ വേറൊരു ഇൻകം സോഴ്സ് തുടങ്ങാൻ നമുക്കിത്തിരി മടിയായിരിക്കും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗ്, ചിലവ് കൂടുന്നുണ്ട്, സാലറി കൂടുന്നില്ല. ഈ സാലറി കൂടാത്തത് കൊണ്ട് നമ്മൾ ആ കമ്പനിയിൽ കൂടുതൽ സാലറി ചോദിക്കാനോ അല്ലെങ്കിൽ സാലറി കൂടുതൽ കിട്ടുന്ന ഒരു കമ്പനിയിലേക്ക് പോകാനോ നമുക്കൊരു മടി ഉണ്ടായിരിക്കും. ഇതിന് കാരണം മനുഷ്യർക്ക് ചേഞ്ച് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അടുത്തൊരു കമ്പനിയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അല്ലാതെ നമ്മളുടെ ചിലവ് കൂടുതലാണ്, ഈ വരുമാനം തികയുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മളൊരു സാലറി നെഗോസിയേഷൻ നിൽക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സാലറി കൂട്ടിത്തരുകയാണെങ്കിൽ കൂട്ടിത്തരട്ടെ എന്ന് പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ സാലറി കൂട്ടേണ്ട സമയമാകുമ്പോൾ കമ്പനി നഷ്ടത്തിലാവും. അതെല്ലാ കമ്പനിയും അങ്ങനെയാണ്. സാലറി കൂട്ടേണ്ട ടൈം ആകുമ്പോൾ കമ്പനി നഷ്ടത്തിലാവും. അങ്ങനെ ആർക്കും സാലറി തരാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ സമയത്ത് നിങ്ങൾ സാലറി കൂടുതൽ ചോദിക്കുക. അത് തരുന്നില്ലെന്ന് കണ്ടാൽ കൂടുതൽ സാലറി കിട്ടുന്ന മറ്റൊരു കമ്പനി കണ്ടുപിടിക്കുക, അവിടേക്ക് ജോലി മാറുക. ഇനി പുതിയൊരു സ്കില്ല് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സാലറിയിൽ വേറൊരു കമ്പനി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്കില്ല് പഠിക്കാൻ സമയം കണ്ടെത്തുക, ആ സ്കില്ല് പഠിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സ്കില്ല് പഠിക്കാൻ വേണ്ടി ചിലവാക്കിക്കോ. അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അങ്ങനെ പണം ചിലവാക്കിയിട്ടാണെങ്കിലും ആ സ്കില്ല് പഠിച്ചെടുക്കുക, അത് വെച്ച് പുതിയൊരു കമ്പനിയിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ മറ്റൊരു ഇൻകം സോഴ്സ് കണ്ടെത്തുക. അങ്ങനെ നിങ്ങളുടെ വരുമാനം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ലോജിക്കലി ഈ ഒരു ഇൻഫ്ലേഷനെ പ്രതിരോധിക്കാനുള്ള അടുത്ത ഓപ്ഷൻ. സോ ഇതാണ് ഇൻഫ്ലേഷൻ. ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, പ്രതിരോധിക്കാൻ മാത്രമേ പറ്റുള്ളൂ. സോ ഗവൺമെൻറ്റിന് ചെയ്യാനുള്ള ഗവൺമെൻറ് ചെയ്യട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഇൻഫ്ലേഷനെ പ്രതിരോധിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുനോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അവിടുന്ന് കിട്ടും. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.